This is Babu. Welcome to Babu's World. നമുക്ക് ഇങ്ങനെയുള്ള ഒരു ഡാറ്റ കിട്ടിക്കഴിഞ്ഞാൽ ഇതെങ്ങനെ ഇതിനിടയ്ക്കുള്ള സ്പേസുകളെല്ലാം പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ട് റിമൂവ് ചെയ്തിട്ട് നമുക്കൊരു സിംഗിൾ ലൈനായിട്ട് കൊണ്ടുവരാം എന്നുള്ളതാണ് ഇന്ന് നോക്കുന്നത്. ഫോർ എക്സാമ്പിളിന് നിങ്ങൾ ഫസ്റ്റത്തെ ഈ സെല്ല് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരു സെല്ലിലെ വാല്യൂ ആണുള്ളത്, പക്ഷെ അത് 4-5 ലൈനായിട്ടാണ് കിടക്കുന്നത്. എന്ന് വെച്ചാൽ ഓരോ ലൈനിൻ്റെ ഇടയിൽ എന്തുണ്ട്, ഓരോ ലൈൻ ബ്രേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെ ക്ലിയർ ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിന് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫംഗ്ഷനാണ് ഈക്വൽ ടു ക്ലീൻ എന്നുള്ള ഫംഗ്ഷൻ. ഈ ക്ലീൻ എന്നുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇത് സെലക്ട് ചെയ്യുക, ഏത് സെല്ലാണോ ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്യുക, എന്നിട്ട് എൻ്റർ ചെയ്യാം. അപ്പോൾ നമുക്കിത് ഒരു സിംഗിൾ ലൈനായിട്ട് ഫുൾ ഡാറ്റ കിട്ടുന്നുണ്ട്. ഇത് താഴത്തേക്ക് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, മറ്റുള്ള സെല്ലുകളും ഇതേപോലെ തന്നെ ആവും. ഇപ്പോൾ 1-2 സെല്ലുകളൊക്കെ ഉള്ളെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇടയ്ക്കുള്ള സ്പേസ് റിമൂവ് ചെയ്തിട്ട് നിങ്ങൾക്ക് ക്ലീൻ ചെയ്തെടുക്കാം. പക്ഷേ ഒരു വലിയ ഡാറ്റാബേസ് ആണെങ്കിൽ നമുക്ക് മാനുവൽ എൻട്രി പോസിബിൾ അല്ല. അങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ഇങ്ങനെയുള്ള ക്ലീൻ ഫംഗ്ഷൻ യൂസ് ചെയ്യാം. ഇനി ഇതിപ്പോൾ ഒരു ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി ഇതുപോലുള്ള ഈ ബാങ്ക് സ്റ്റേറ്റ്മെന്റിൽ ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് കിട്ടി, ഇതിനിടയ്ക്ക് കുറെ സ്പേസ് ഉണ്ട്, ലൈൻ ബ്രേക്ക് ഉണ്ട്, എല്ലാം ഉണ്ട്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഇവിടെ എല്ലാത്തിലും ഈ സ്റ്റേറ്റ്മെന്റിലൊക്കെ അല്ലെങ്കിൽ എല്ലാ റോയിലും ഇവിടെ സബ് എന്നുണ്ട്, അത് കഴിഞ്ഞതിന് ശേഷം ഒരു നമ്പർ ഉണ്ട്, ഇവിടെ സബ് എന്നുണ്ട്, ഒരു നമ്പർ ഉണ്ട്, ഇവിടെ ഒരു നമ്പർ ഉണ്ട്. ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ഡാറ്റ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിനൊരു സ്പെസിഫിക് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പാർട്ട് മാത്രം നിങ്ങൾക്ക് കോപ്പി ചെയ്തെടുക്കണം. ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫംഗ്ഷനാണ് മിഡ് എന്നുള്ള ഫംഗ്ഷൻ. ഇപ്പോൾ മിഡ് എന്നുള്ള ഫംഗ്ഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ അറിയാം, ഇതിന്റെ മുന്നുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു പർട്ടിക്കുലർ ടെക്സ്റ്റിൽ നിന്ന് ഒരു പോർഷൻ മാത്രം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മിഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മിഡ് ഇവിടെ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത് എത്രാമത്തെ ക്യാരക്ടർ എന്നാണെന്നുള്ളത് അറിയണം. എന്ന് വെച്ചാൽ ഇപ്പോൾ 10th നമ്പർ വെച്ചിട്ടാണോ, 10th പൊസിഷൻ എന്നാണോ കട്ട് ചെയ്തെടുക്കേണ്ടത്, 20th പൊസിഷൻ എന്നാണോ കട്ട് ചെയ്തെടുക്കേണ്ടത്, അത് നമുക്ക് ആ പൊസിഷൻ അറിയണം. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഈ സബ് എന്നുള്ള അല്ലെങ്കിൽ ഈ സബ് എന്നുള്ള ലെറ്റർ ഫൈൻഡ് ചെയ്യണം, അല്ലെങ്കിൽ ആ വേർഡ് ഫൈൻഡ് ചെയ്തെടുക്കാം. അപ്പം അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ഈക്വൽ ടു ഫൈൻഡ് എന്നുള്ള ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്യാം. ഈ ഫൈൻഡ് ടെക്സ്റ്റ് എന്താണോ ഫൈൻഡ് ചെയ്യേണ്ടത്, നമുക്കിവിടെ ഫൈൻഡ് ചെയ്യേണ്ടത് എന്താണ്, സബ് എന്നുള്ളത് ഫൈൻഡ് ചെയ്യണം. ഇനി ഇവിടെ എന്ത് ചെയ്യാം, നമ്മൾ ഈ ടെക്സ്റ്റ് നിന്നാണ് ഫൈൻഡ് ചെയ്യേണ്ടത്, എന്നിട്ട് ഓക്കെ കൊടുക്കാം. ഇവിടെ 40th ക്യാരക്ടറാണ് സബ് എന്നുള്ളത്. അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മിഡ് ഫംഗ്ഷൻ യൂസ് ചെയ്യാൻ പറ്റും. ഇസ് ഈക്വൽ ടു മിഡ് ടെക്സ്റ്റ് ഏതാണ്, ഈ ടെക്സ്റ്റിൽ നിന്ന് നമുക്ക് ഒരു പോർഷൻ കട്ട് ചെയ്തെടുക്കണം. സ്റ്റാർട്ടിങ് നമ്പർ എത്രയാണ്, നമ്മൾ 40 എന്നുള്ളത് സബ് ആണ് അല്ലെ, ഈ സബ്. അപ്പൊ നമുക്ക് S40 ആണ്, U41 ആണ്, B42 ആണ്. അപ്പോൾ 43 മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ അതിനെന്ത് ചെയ്യാം, നമ്മൾ ആദ്യം ഒന്നിന് നേരിട്ട് 43 ടൈപ്പ് ചെയ്യുക, അതല്ലെങ്കിൽ ഈ നമ്പറിന്റെ കൂട്ടത്തിൽ 300 പ്ലസ് ചെയ്യുക, വെച്ചാൽ SUB കഴിഞ്ഞിട്ടുള്ള പാർട്ട്, അതുകൊണ്ടാണ് നമ്മൾ 3 ലെറ്റർ എടുക്കുന്നത്, കോമ ഈ നമ്പേഴ്സിന്റെ ലെങ്ത് 10 ആണ്. അപ്പോൾ ഞാനിവിടെ 10th വെച്ചാൽ ഈ ടെക്സ്റ്റിൽ നിന്ന് 43ാമത്തെ ക്യാരക്ടർ മുതൽ 10 എണ്ണം കട്ട് ചെയ്തെടുക്കണം. ഇവിടെ ഈ നമ്പർ നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി താഴത്തേക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നേരെ ഡ്രാഗ് ചെയ്യാം. ഓക്കെ, ഇത് 1-2 ലൈൻ ഉള്ളെങ്കിൽ സിമ്പിൾ ആയിട്ട് കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. ഈ നമ്പർ എടുക്കുക, ജസ്റ്റ് കോപ്പി എടുത്ത് പേസ്റ്റ് ചെയ്യും. പക്ഷെ 1000 റെക്കോർഡ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, ഇങ്ങനെയുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്യുക. ഇനി വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു മെത്തേഡാണ് ഞാനിവിടെ യൂസ് ചെയ്ത പോലെ തന്നെ ക്ലീൻ എന്നുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് ഇതെന്ത് ചെയ്യുക, ക്ലീൻ ചെയ്യുക ഫസ്റ്റ്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുക, ആ നമ്പർ മാത്രം ഇവിടെ ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഇവിടെ 30011782678 എന്ന നമ്പർ മാത്രം ടൈപ്പ് ചെയ്തു. ഇനി ഇത് ഇവിടെ താഴത്തേക്ക് ഡ്രാഗ് ചെയ്യുക. ഇനി ഇവിടെ ജസ്റ്റ് പ്രസ് ശേഷം ഓട്ടോഫിൽ യൂസ് ചെയ്യുക, ഫ്ലാഷ് ഫിൽ യൂസ് ചെയ്യുക, അതിന് Ctrl+E പ്രസ് ചെയ്യുക. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു റോ ഡാറ്റയിൽ നിന്ന്, ഒരു ജങ്ക് ഡാറ്റയിൽ നിന്ന് നമുക്ക് വേണ്ട വാല്യൂകൾ മാത്രമായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.